നമസ്കാരം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി അറിയിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് നിലവിലുണ്ട് ഇന്ത്യക്ക്, അത് രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ആ സഖ്യത്തിൽ അംഗമായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മമതയ്ക്കൊപ്പം ഒരു കുറുമുന്നണിയായി സമാജ്വാദി പാർട്ടി പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും അദ്ദേഹത്തിന് ലഭിക്കാതെ വളരെയധികം അവഗണനകൾ നേരിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടരേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അംഗത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് 100 സീറ്റുകളും നേടി ഇന്ത്യൻ പാർലമെൻറ്റിലെത്തിയപ്പോൾ BJPക്ക് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ BJP വയ്ക്കുന്ന വലകളിലേക്ക് ചാടിപ്പോവാതെ അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർക്കാലത്തൊക്കെ വളരെ മികച്ച പ്രവർത്തനങ്ങളെന്ന് തന്നെ എല്ലാവരും വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൂടി ചിന്തിക്കണം. കാരണം കേരളത്തിലെ രാഷ്ട്രീയം അല്ല ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ പ്രാദേശിക ഘടകകക്ഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും പലരെയും. പക്ഷേ ദേശീയ തലത്തിലൊക്കെ അവർക്ക് സീറ്റുകളുണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് അവരുടെ സീറ്റ് അവരുടെ സംസ്ഥാനങ്ങളിലല്ലാതെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും അവർക്ക് സീറ്റുകളുണ്ട്. മമതാ ബാനർജിക്ക് ബംഗാളിൽ മാത്രമല്ല അതിന് പുറത്തും സീറ്റുണ്ട്. അതുപോലെ തന്നെ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ വലിയ സഹോദര സംഘടനയാണ്. ഇതുവരെ കോൺഗ്രസിനെതിരെ വെല്ലുവിളിയോ ഭീഷണിയോ ഒന്നും അവർ ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവർ തന്നെ ഈ പ്രബലമായ രണ്ട് കക്ഷികൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് കോൺഗ്രസിന് ഭൂഷണമായൊരു കാര്യമല്ല. കാരണം ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്ഥിരമായ ചില അജണ്ടകളുണ്ട്. അത് അദാനിയും അംബാനിയും ഒക്കെയാണ്. അദാനി അംബാനി എന്ന് പറയുന്നത് കേട്ടാൽ രാഹുൽ ഗാന്ധി ഉടനെ ഉറഞ്ഞു തുള്ളി കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ പേരിൽ പാർലമെൻറ്റിലും ഇന്ത്യക്ക് പുറത്ത് പാർലമെൻറ്റിന് പുറത്ത് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം ഒക്കെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു വോട്ട് രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ ഗുണം കോൺഗ്രസ് ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മാത്രം പിന്തുണ കൊണ്ടല്ല, മറ്റു ഘടകകക്ഷികളുടെ കൂടി പിന്തുണ കൊണ്ടാണ്. അപ്പോൾ അവരുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അവർക്ക് പ്രതിനിധീകരിക്കേണ്ട വിഭാഗങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവത്തോട് ഉന്നയിക്കേണ്ട കാര്യങ്ങളൊക്കെ ലോക്സഭയിൽ ഉന്നയിക്കപ്പെടണം. അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും വെറുപ്പിൻ്റെ കൂടാരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു കയറിയപ്പോൾ ഇന്ത്യയിലെമ്പാടും അതിൻ്റെ ചലനങ്ങളുണ്ടായി. അതിൻ്റെ ഫലമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ മുന്നോട്ട് വന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യത മറ്റു ഘടകകക്ഷികൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണം തന്നെ മാറി മറിയുന്നൊരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസ് വളരെ പുറകിലോട്ട് പോകുന്നു എന്നതിന് പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ അദാനിക്കെതിരെ പാർലമെൻറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബഹളങ്ങൾ, അതോടൊപ്പം തന്നെ ആ ബഹളങ്ങളിൽ മുങ്ങിപ്പോവുകയാണ് പാർലമെൻറ്റ്. അതിൽ DMKക്ക് അവരുടെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടാവും, തൃണമൂലിനുണ്ടാവും, കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറിയ ഘടകകക്ഷികൾക്ക് വരെ ഉണ്ടാവും. അതൊക്കെ കണ്ട് അതിനൊക്കെ അവസരം കൊടുത്ത് അതിനൊക്കെ നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകേണ്ട രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പഴയ അജണ്ടകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികൾ തയ്യാറാവില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റ് മാത്രമൊന്നുമല്ല സമരം നടത്താനുള്ള പേര്. കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് സമരം നടത്തണമെങ്കിൽ പാർലമെൻറ്റിന് പുറത്ത് എത്രയധികം വേദികൾ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം എവിടെയും സമരം നടത്തും. പാർലമെൻറ്റിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്ന മറ്റു ഘടകകക്ഷിയുടെ താല്പര്യങ്ങൾ കൂടി മുന്നിലേക്ക് ആ താല്പര്യങ്ങൾ കൂടി കോൺഗ്രസ് സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് തയ്യാറാകാൻ കഴിയുന്നില്ല എന്ന് വരുന്നിടത്താണ് മമതാ ബാനർജിയൊക്കെ വീണ്ടും ഉദയം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ അവസരം ഉണ്ടായാൽ അവർ അത് മുതലെടുക്കും, മുന്നോട്ട് വരും. വളരെ പെട്ടെന്ന് BJPക്ക് പ്രതിപക്ഷ നിലയിൽ വലിയൊരു ശൈഥില്യം ഉണ്ടാക്കാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് വേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എപ്പോഴും പറയുള്ളൂ. പക്ഷേ ഇപ്പോഴും AICCയുടെ ഏതെങ്കിലും ഒരു മുറിയിലിരുന്ന് പ്രമേയം പാസ്സാക്കി കോൺഗ്രസിൻ്റെ നയം കോൺഗ്രസ് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നയം മാത്രമേ കോൺഗ്രസിന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം ശബ്ദമാകാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് മമതാ ബാനർജി ഉന്നയിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്താൽ കോൺഗ്രസ്സിന് ഇനിയും ആ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരാം. കാരണം ഈ മമതാ ബാനർജിയെയും സമാജ്വാദി പാർട്ടിയെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ചില ഘടകങ്ങളാണ്. പ്രധാനമായിട്ടും ഹിമാചലിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട പരാജയം. ഹിമാചലിലെ ഒരു ഉറച്ച ഭരണം
ഉറപ്പായിരുന്നു എന്ന രീതിയിൽ തന്നെ എല്ലാവരും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒരു 10 സീറ്റ് കൊടുക്കൂ അല്ലെങ്കിൽ ഒരു 8 സീറ്റ് കൊടുക്കൂ AAPക്ക് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോലും ആ സീറ്റ് കൊടുക്കാൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. ഒന്ന് ആലോചിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു, കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ ചെറിയ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ അവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് അവരുടെ വിജയമാക്കി മാറ്റി അവർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവിടെ പുറകിലോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ. മഹാരാഷ്ട്രയിൽ വലിയ അത്ഭുതങ്ങളും സംഭവിക്കുമെന്നൊന്നും ആരും കരുതിയില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ രമേശ് ചെന്നിത്തലയെ പോലെ മുൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കരുണാകരനായ ഒരാൾ മഹാരാഷ്ട്രയിലെത്തിയപ്പോഴൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് കോൺഗ്രസ് കുറച്ചുകൂടി ഫലപ്രദമായി അല്ലെങ്കിൽ മുന്നൊരു പ്രകടനമൊക്കെ ചിലപ്പോൾ പുറത്തെടുത്തേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ 19 സീറ്റുകളിൽ അത് ഒതുങ്ങിയപ്പോൾ പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ്സുകാർക്ക് പല ന്യായങ്ങളുണ്ട്. കാരണം ശരത് പവാറിൻ്റെ പോലും അടിപതറിയപ്പോൾ പിന്നെ അങ്ങനെ കോൺഗ്രസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. പക്ഷെ ആ പിടിച്ചു നിൽപ്പ് ഇല്ലാതാകുന്നിടത്താണ് ഘടകകക്ഷികൾക്ക് തലപൊക്കാനും ഉദയം ചെയ്യാനും കഴിയുന്നത്. അതിനത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരവരുടേതായ രാഷ്ട്രീയം മാത്രം മുന്നോട്ട് വന്ന് അവരുടെ സംസ്ഥാനങ്ങളിൽ അവർ വേരുകളുണ്ടാക്കി അവിടുത്തെ എതിരാളികളോട് പോരാട്ടം നടത്തി അവർ പിടിച്ചെടുത്ത സീറ്റുകളും അവർക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. കൊലക്കത്തിക്ക് മുന്നിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. വർഗ സമരം എന്ന് പറയുന്നത് വർഗം എന്ന് പറയുന്നത് CPMകാർ പറയുന്ന വർഗമല്ല, വേറെ ചില വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സംഘടനകളൊക്കെയാണ് കോൺഗ്രസിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ അങ്ങനെ ഉള്ള കക്ഷികളെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് പോകുമ്പോൾ കോൺഗ്രസും അതിൻ്റെ നയങ്ങളിലും വ്യത്യാസം വരുത്തണം. കോൺഗ്രസിൻ്റെ നയങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കോൺഗ്രസിൻ്റെ നയങ്ങളോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കണം. അതുപോലെ തന്നെ പ്രഗത്ഭരായ പല പാർലമെൻറ്റേറിയന്മാരും മൂലക്കിരിക്കുന്നു എന്നൊരവസ്ഥ പരാതിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനകാലം മോദിയുടെ ഭരണകാലത്തൊക്കെ NK പ്രേമചന്ദ്രൻ്റെ പ്രകടനങ്ങളൊക്കെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ വീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഭാ സമ്മേളന കാലത്തൊന്നും അത് കാര്യമായിട്ട് കാണുന്നില്ല. പ്രേമചന്ദ്രനെ പോലെയൊക്കെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, അദ്ദേഹം വേണമെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു MP എന്നൊക്കെ പറയാം. പക്ഷേ വളരെയധികം MP മാരുള്ള പാർട്ടിക്ക് പ്രഗത്ഭരായ പല പാർലമെൻറ്റേറിയന്മാരുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ശബ്ദം ഇന്ത്യയിലെമ്പാടും ഉയരുന്നില്ല. അതിൻ്റെയൊക്കെ അസംതൃപ്തി ആണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അത് ഇങ്ങനെ പുറത്തു വന്നു എന്ന് മാത്രം ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ശൈഥില്യം മുതലെടുക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അതോടുകൂടി കോൺഗ്രസ് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പുറകോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമില്ല.